It is now my profound honor to invite the esteemed chief guest of the day, Most Reverend Dr. Alex Varakumtala, Bishop of Diocese of Kannur, to graciously deliver the inaugural address and officially inaugurate our annual day celebration and blessing us all. കണ്ണൂർ സെയിൻറ്റ് മൈക്കിൾസ് പ്രീ പ്രൈമറി സ്കൂളിൻ്റെ ഈ വാർഷിക ആഘോഷത്തിന് അധ്യക്ഷം വഹിക്കുന്ന ഈ സ്കൂളിൻ്റെ മാനേജറും സംഗീതജ്ഞനും ധ്യാന പ്രഭാഷകനുമൊക്കെയായ പ്രിയമുള്ള രാജു അഗസ്റ്റിനച്ച, സെയിൻറ്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ റവറൻ ഫാദർ തോംസൺ ആൻ്റണി, 31 വർഷം ഈ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും പ്രചോദനവും മാതൃകയായി തീർന്ന ഇതിൻ്റെ പ്രിൻസിപ്പൽ മിസ്റ്റർ മനോജ് കുമാർ CK, സെയിൻറ്റ് മൈക്കിൾസ് പ്രീ പ്രൈമറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, വളരെ മനോഹരമായ റിപ്പോർട്ടും ഹൃദയംഗമായ സ്വാഗതവും ആശംസിച്ച മിസ് പാറുൾ സാഹ്നി, ഈ സ്കൂളിൻ്റെ അഭിമാനമായ 2 യുവ താരങ്ങൾ ശ്രീദേവി, ആദിഷ്, മാതാപിതാക്കന്മാരുടെ പ്രതിനിധിയായ ശ്രീ സമീർ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, പേരൻസ്, മോസ്റ്റ് ബിലവഡ് ചിൽഡ്രൻ. യഥാർത്ഥത്തിൽ ഈ ഒരു വാർഷിക ആഘോഷത്തിന് ഈ വേദിയിലായിരിക്കുമ്പോൾ വലിയ അഭിമാനവും സന്തോഷവും തോന്നുകയാണ്. 161 വർഷത്തെ ഒരു ധന്യമായ പൈതൃകം ഈ ഒരു സ്ഥാപനത്തിനുണ്ട്. എത്ര തലമുറകളെയാണ് വിജ്ഞാനത്തിൻ്റെ അനന്ത വിഹായസിലേക്ക്, ഉന്നതങ്ങളിലേക്ക് ഈ ഒരു സ്ഥാപനം വളർത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രാജു അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്തുള്ള സെയിൻറ്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളും ഏഴ്സ്ലൈൻ സ്കൂളുമൊക്കെ യഥാർത്ഥത്തിൽ ഈ കണ്ണൂരിൻ്റെ തന്നെ വിദ്യാഭ്യാസ പൈതൃകം, അതിൻ്റെ വളർച്ച, ഉന്നതിക്ക് നിർണായകമായ സ്വാധീനം ചെലുത്തിയ കലാലയങ്ങളാണ്. പ്രത്യേകിച്ച് ഈ സെയിൻറ്റ് മൈക്കിൾസ് സ്കൂൾ ഒരു ധന്യമായ വിദ്യാഭ്യാസ പൈതൃകത്തിൻ്റെ സ്ഥാപനമാണ്. ഇന്നത്തെ റിപ്പോർട്ടിൽ പാറുൾ മാഡം നമ്മോട് പറഞ്ഞു, 1540 ഈ ഈശോ സഭ എന്ന ഈ സന്യാസ സമൂഹം വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ആരംഭിച്ചതെന്ന്. അതായത് 585 വർഷത്തെ ഒരു വലിയ ചരിത്രം, പൈതൃകം, ഹെറിറ്റേജ് ഈ ഒരു സന്യാസ സമൂഹത്തിനുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് നാൾ മുൻപ് ഒരു പുസ്തകം എനിക്ക് അയച്ചു തന്നിരുന്നു. ദ ഹീറോയിക് ലീഡർഷിപ്പ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൻ്റെ ആ റൈറ്റർ ക്രിസ് ലോണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ന്യൂയോർക്ക് സ്വദേശിയായ മനുഷ്യനാണ്. ആ പുസ്തകം യഥാർത്ഥത്തിൽ വിവരിക്കുന്നത് ഈ ഈശോ സഭാ വൈദികരുടെ ഹീറോയിക് ലീഡർഷിപ്പ്. ഇതുവരെയും പരിഷ്കാരവും പുരോഗതിയും ഒന്നും കടന്നു ചെല്ലാത്ത വളരെ പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞ മേഖലകളിലേക്ക് ധീരതയോടെ ഇങ്ങനെ ഒരു ഹീറോയിക് ലീഡർഷിപ്പ് നേതൃത്വത്തോടു കൂടെയാണ് അവർ കടന്നു ചെന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും അങ്ങനെ പലവിധത്തിലും പ്രതിസന്ധികളുള്ള മേഖലകളിലേക്കും കടന്നു ചെന്ന ധന്യമായ ഒരു പൈതൃകമാണ് ഈശോ സഭയ്ക്കുള്ളത്. ഈ കണ്ണൂരിൻ്റെ വളർച്ചയ്ക്ക്, പ്രത്യേകിച്ച് കണ്ണൂർ രൂപത എന്നും
ഈശോ സഭാ വൈദികരോടുള്ള വലിയ കടപ്പാടുണ്ട്. പ്രത്യേകിച്ച് ഈ ജനുവരി 6-ാം തീയതിയാണ് പുണ്യശ്ലോകനായ ദൈവദാസൻ ഫാദർ ലീനോ മരിയ സുക്കോളിൻ്റെ ചരമവാർഷികം മരിയാപുരത്ത് വെച്ച് ആചരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഫാദർ മരിയ സുക്കോൾ ഈ കണ്ണൂർ വന്നതുകൊണ്ട് ജാതിമത വർണ്ണവർഗഭന്യേ എത്രയോ പേർക്ക് സ്വന്തമായൊരു കിടപ്പാടും അവർക്ക് സ്വന്തമായ ഒരു ഭൂമി ഇതെല്ലാം ലഭിച്ചു. 7500ഓളം കുടുംബങ്ങൾക്കാണ് അദ്ദേഹം സ്വന്തമായി സ്ഥലം കൊടുത്തതും ഭവനം പണിതത്. അത് ഒരു അനുഗ്രഹീതമായ മിഷണറി പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിരുന്നു ഫാദർ പീറ്റർ കൈറോണി അദ്ദേഹത്തിൻ്റെ ആ തുടക്കം മുതൽ. എന്നാൽ അതിനു മുൻപ് ഭാരതത്തിൻ്റെ ദ്വിതീയ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ സാന്നിധ്യം മുതൽ ഈ ഒരു ഈശോ സഭാ പൈതൃകം പാരമ്പര്യം ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ വളർച്ചയ്ക്ക് പുരോഗതിക്ക് എല്ലാം വലിയ അനുഗ്രഹമായി മാറി. ഞാൻ യഥാർത്ഥത്തിൽ വ്യക്തിപരമായി ഈശോ സഭാ വൈദികരോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. കാരണം എൻ്റെ വൈദിക പരിശീലനം പൂനെയിലായിരുന്നു. അവിടെ ഈശോ സഭാ വൈദികരുടെ നേതൃത്വമാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ വളരെയേറെ സന്തോഷമുള്ളത്, അനുഗ്രഹമായത്. ഓരോ വ്യക്തിയുടെയും അവരുടെ സാധ്യതകളും സിദ്ധികളും കണ്ടറിഞ്ഞ് അവരെ എല്ലാവിധത്തിലും വളർത്തുവാൻ സമഗ്രമായി പുരോഗതി പ്രാപിപ്പിക്കുവാനുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഈശോ സഭാ എഡ്യൂക്കേഷൻ്റെ ആ ഒരു സമഗ്രതയുടെ പിന്നിലുള്ളത്. അതാണ് നാം ഇന്ന് ആ റിപ്പോർട്ടിലൂടെയും രാജു അച്ഛൻ്റെ ആമുഖ അധ്യക്ഷ പ്രഭാഷണത്തിലൂടെയുമൊക്കെ തിരിച്ചറിഞ്ഞത്. ഓരോ കുട്ടിയിലുമുള്ള കഴിവുകൾ സിദ്ധികൾ കണ്ടറിഞ്ഞ് പാടുവാൻ സാധിക്കുന്ന കുട്ടികളെ പാടി ആ രംഗത്ത് കലാരംഗത്ത് വളർത്തിയെടുക്കുക. അതുകൊണ്ട് തന്നെയാണ് ലിയോള മ്യൂസിക് അക്കാഡമി തുടങ്ങിയതും 100 കുട്ടികൾ ഒരുപക്ഷെ ഈ ഇന്നത്തെ ഈ സായാഹ്നത്തിൽ അവരുടെ കലാവിരുതുകളും ഒക്കെ നമുക്ക് മാറ്റുരക്കുന്ന വേദിയിൽ ഇവിടെ കാണുവാൻ സാധിക്കും. അങ്ങനെ കലാരംഗത്ത് മാത്രമല്ല കായിക രംഗത്തുമൊക്കെ മികച്ച രീതിയിൽ ഇവിടെയുള്ള വിദ്യാർത്ഥിനികളെ വളർത്തുന്നു. യഥാർത്ഥത്തിൽ ശ്രീദേവിയെപ്പറ്റി രാജു അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കേറെ അഭിമാനം തോന്നി. അതോടൊപ്പം തന്നെ ആദിഷിനെ പറ്റി തൻ്റെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി വളർത്തിയെടുക്കുന്നതിൻ്റെ അതൊക്കെ എത്രയോ വലിയ അനുഗ്രഹമാണ്. ഈ ഒരു സ്ഥാപനം 161ാമത്തെ വർഷത്തിലാണ്. അതായത് എത്രയോ തലമുറകളാണ് ഈ ഒരു സ്ഥാപനത്തോട് വലിയ കടപ്പാടുള്ളത്. ഇതേപോലെ തന്നെയാണ് തൊട്ടടുത്തുള്ള ഈ സെൻറ്റ് തെരേസ സ്കൂളും പയ്യാമ്പലം സ്കൂളും തലശ്ശേരിയിൽ ഉള്ള സെയിൻറ്റ് ജോസഫ് സ്കൂളുമൊക്കെ. അത് 100ഉം 150ഉം അതിനപ്പുറമുള്ള ധന്യമായ വിദ്യാഭ്യാസ സമഗ്രമായ സംഭാവന ഈ നാടിന് നൽകിയ സ്ഥാപനങ്ങളാണ്. ഇവരുടെ ഈ വലിയ സാന്നിധ്യത്തിന് സംഭാവനയ്ക്ക് നമുക്കെന്നും കടപ്പാടുള്ളവരായി മാറാം. പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു സ്ഥാപനം വളർന്നു വരണമെങ്കിൽ ഇവിടുത്തെ മാതാപിതാക്കളും അധ്യാപകന്മാരും മാനേജ്മെൻറ്റും സ്റ്റുഡൻസുമെല്ലാം ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സ്ഥാപനം വളർന്നു വരിക. എനിക്കെപ്പോഴും പ്രയാസമാണ് ഇന്ന് തന്നെ ഈ പ്രോഗ്രാമിന് വന്നപ്പോൾ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞാണ് ഈ സ്ഥാപനത്തിലേക്ക് വന്നത്. എന്ന് നമ്മുടെ അധികാരികൾ ഇങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കണ്ണു തുറക്കുമെന്നാണ് എൻ്റെ ഉള്ളിലുള്ള പ്രയാസം. കാരണം ഈ ഒരു സ്ഥാപനത്തിലേക്കുള്ള പ്രവേശന കവാടം വളച്ചു കെട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ എനിക്കേറെ വിഷമം തോന്നി. ഞാനവിടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ വ്യക്തിപരമായി പോയി അവിടെ ഇതിനു വേണ്ടിയുള്ള അപ്പീൽ കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ ഇതുപോലെ ഒരു സ്ഥാപനം വളർന്നു വരുന്നത് ഒരു സമൂഹത്തിൻ്റെ തന്നെ വിളക്കാണ്, വിളക്കുമരം പോലെയാണ്. ഈ സമൂഹത്തിൽ വെളിച്ചം വരണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനം നിലനിൽക്കണം. ആ സ്ഥാപനത്തിനു വേണ്ടി എല്ലാ അതിർത്തി വരമ്പുകൾക്കപ്പുറം അതിനുവേണ്ടി സഹകരിക്കണം സർക്കാരിൻ്റെയും
മറ്റ് ബന്ധപ്പെട്ട എല്ലാവരുടെയും സഹകരണമുണ്ടെങ്കിൽ മാത്രമേ ഈ വിദ്യാഭ്യാസം വഴി ധന്യമായ പൈതൃകം പേരുന്ന ഈ ഒരു സന്യാസ സമൂഹത്തിന് കൂടുതൽ വെളിച്ചവും പ്രകാശവുമൊക്കെ സമൂഹത്തിൽ നിറയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒത്തിരി നിഴലും അന്ധകാരവും നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. പ്രസിദ്ധനായ ചിന്തകൻ സെനേക്ക പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഇഫ് ഐ ഡു നോട്ട് ബേൺ, ഇഫ് യു ഡു നോട്ട് ബേൺ, ഹൗ ക്യാൻ ദ ഷാഡോസ് ബിക്കം ലൈറ്റ് എന്ന്. ഞാൻ ജ്വലിച്ചില്ലെങ്കിൽ, നിങ്ങൾ ജ്വലിച്ചില്ലെങ്കിൽ എങ്ങനെ ഈ സമൂഹത്തിലുള്ള നിഴലും അന്ധകാരവും വെളിച്ചമായി മാറും? ഇതുപോലുള്ള സ്ഥാപനം വളർന്നു വരണം. ഇതുപോലുള്ള സ്ഥാപനമാണ് സമൂഹത്തിന് കൂടുതൽ വെളിച്ചം കൊടുക്കുക. അങ്ങനെയാണ് നിഴലും അന്ധകാരവും അകറ്റാനാകുക. പ്രിയമുള്ളവരെ, ഈ സെൻറ്റ് മൈക്കിൾസ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് വളരെ ധന്യമായ ഒരു വിദ്യാഭ്യാസ പൈതൃകം പേറുന്ന സ്ഥാപനം ഇനിയും വളരണം. ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഉന്നതിക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും സഹകാരികളാകാം. പ്രത്യേകിച്ച് ഒരു പ്രൈമറിയുടെ ആഘോഷം യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഏറ്റവും അനുഗ്രഹീതമായ കാലഘട്ടമാണ് ആദ്യത്തെ വർഷങ്ങൾ. ഇത് വെറുതെ ഇങ്ങനെ കളിക്കാനും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുമുള്ള ഒരു വർഷങ്ങളല്ല. പ്രത്യുത ഒരു വ്യക്തിയുടെ എല്ലാ സാധ്യതകളും തിരിച്ചറിഞ്ഞ് എല്ലാവിധത്തിലും അവരെ വളർത്തിയെടുക്കുവാൻ ഒരു വിത്ത് പാകുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഒരു ദീപം തെളിക്കുന്നത് പോലെയാണ് ഒരു കുഞ്ഞിൻ്റെ ആ വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമ വർഷങ്ങൾ. അവിടെയാണ് അവരുടെ ഉള്ളിലുള്ള ഉറങ്ങിക്കിടക്കുന്ന കലയും സാധ്യതകളുമൊക്കെ ഉണർത്തിയെടുക്കാൻ സാധിക്കുക. അവരുടെ ഒരു ദീപം തെളിച്ച് അങ്ങനെ സമൂഹത്തിന് മുഴുവൻ പ്രകാശം പരത്തുന്ന വ്യക്തികളാക്കി മാറ്റുവാൻ സാധിക്കുക. ഈ ഒരു സ്ഥാപനം ഇനിയും വളരട്ടെ. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെ സമൂഹത്തിൽ പ്രകാശ ഗോപുരങ്ങളായി തീരട്ടെ. ഈ ഒരു വാർഷിക ആഘോഷത്തിൻ്റെ അവസരത്തിൽ പ്രത്യേകിച്ച് ഇവിടെ കൊടുക്കുന്ന സമഗ്രമായ വിദ്യാഭ്യാസ പൈതൃകം അവരുടെ ഹൃദയങ്ങൾ കൂടെ വളരണം. വെറും അവരുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി മാത്രമല്ല, അവരുടെ ഹൃദയങ്ങളും മറ്റുള്ളവരിലേക്ക് വളരണം എന്നുള്ള ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ ചാരിറ്റി ഡ്രൈവും അതേപോലെ തന്നെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നുള്ള ആ പ്രോഗ്രാമും ഒക്കെ നടത്തിയത്. അങ്ങനെ അവരുടെ ഔദാര്യപൂർവമായ സഹകരണം വഴി മറ്റുള്ളവർക്ക് ആശ്വാസം, മറ്റുള്ളവർക്ക് സന്തോഷം ലഭിക്കാനുള്ള ആ സാധ്യതകളും നമുക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സഹകരിക്കാം. അതേപോലെ തന്നെ ഇവിടുത്തെ പരിസ്ഥിതിയുടെ സംരക്ഷണം, നേർച്ചറിങ് നേച്ചർ, നേർച്ചറിങ് മൈൻഡ്സ്, നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സുകൾ അങ്ങനെ ഈ പരിസ്ഥിതി ഹരിതാഭം നിറഞ്ഞ ഈ ഭൂപ്രദേശമെന്നും സംരക്ഷിക്കാൻ, മണ്ണിനോട് മനസ്സും സൂക്ഷിക്കാൻ, അങ്ങനെ പ്രകൃതിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും സുസ്ഥിതിക്ക് വേണ്ടിയുമുള്ള കരുതൽ, ശ്രദ്ധ ഈ കുഞ്ഞുങ്ങൾ മക്കൾക്കും എല്ലാവർക്കും ഉണ്ടാകാനൊക്കെ ഉള്ള അങ്ങനെ എല്ലാവിധത്തിലും സമഗ്രമായ ഈ ഒരു വിദ്യാഭ്യാസ പൈതൃകം അനുഗ്രഹമായി മാറട്ടെ. അങ്ങനെ കണ്ണൂർ കനിവിൻ്റെ നാടായി, മറ്റുള്ളവർക്ക് കാരുണ്യം പകരുന്ന മനുഷ്യരുടെ ഊരായി തീരട്ടെ ഈ ഒരു വാർഷിക ആഘോഷം. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടെ, ഏറെ സന്തോഷത്തോടുകൂടെ, അഭിമാനത്തോടുകൂടെ ഉദ്ഘാടനിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Your Grace, for that enlightening and inspiring inaugural address. ഇപ്പോൾ പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഫാദർ രാജു അഗസ്റ്റിൻ ഈണം പകർന്ന് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകരായ മഞ്ചരിയും നജീം അർഷാദും ചേർന്ന് ആലപിച്ച ലയോള മ്യൂസിക് അക്കാദമി ഒരുക്കിയ സ്വർഗത്തിൻ കാരുണ്യം എന്ന സംഗീത ആൽബത്തിൻ്റെ പ്രകാശന കർമ്മം അഭിവന്ദ്യ അലക്സ് വടക്കുന്തല പിതാവ് ഇപ്പോൾ നിർവഹിക്കുന്നു.
ആകാശ തരളിമയിൽ പ്രഭാതമണയുകയായി. Ladies and gentlemen, it is my pleasure to invite respected Reverend Father Thompson Anthony S.J., the Superior and the Headmaster of St. Michael's Anglo-Indian Higher Secondary School, to come forward and grace this gathering with his words of blessings. Good evening to all. St. Michael's Pre-Primary സ്കൂളിൻ്റെ ആനുവൽ ഡേയിൽ മുഖ്യ അതിഥിയായി ഉദ്ഘാടകനായി നമ്മളെല്ലാം അനുഗ്രഹിക്കുന്ന കണ്ണൂർ രൂപതയുടെ അഭിവന്ദ്യ അലക്സ് പിതാവേ, സ്കൂളിൻ്റെ ഡയറക്ടർ ഫാദർ രാജു അഗസ്റ്റിൻ എസ് ജെ, മനോജ് സാർ, മിസ് പരുൾ സാഹിനി, മിസ് സമീർ, മിസ് ശ്രീദേവി, മാസ്റ്റർ ആദിഷ്, പ്രിയമുള്ള മാതാപിതാക്കളെ, ടീച്ചേഴ്സ്, വെൽവിഷേഴ്സ്, പ്രിയമുള്ള കുട്ടികളെ, നിങ്ങളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ ദിവസം നിങ്ങളുടെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് പ്രത്യേകമായി നന്ദി പറയുകയാണ്. നമ്മുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഇവർക്ക് സെൻറ്റ് മൈക്കിൾസ് പ്രീ പ്രൈമറി സ്കൂളിൽ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ലഭിക്കുന്നത്. ഈ 3 വർഷത്തെ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാച്ച് ദം യങ് എന്നാണ് പറയുന്നത്. നമ്മൾ ചെറുപ്പത്തിലെ ഇവരെ അവരുടെ എല്ലാ നന്മകളും കഴിവുകളും വളർത്തി മുന്നോട്ട് നയിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ട വളരെ നല്ല പരിശീലനവും പ്രോത്സാഹനവും പിന്നെ പിന്തുണയും അക്കമ്പനിമെൻറ്റും സെൻറ്റ് മൈക്കിൾസ് പ്രീ പ്രൈമറി സ്കൂളിൽ നൽകുന്നുണ്ട്. ഈ സമയം പ്രത്യേകമായും ഇന്ന് ഡയറക്ടറായ ഫാദർ രാജു അഗസ്റ്റിനെയും എല്ലാ സ്റ്റാഫിനെയും, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ്, പേരൻസിനെയും ഈ സമയം ഞാൻ അഭിനന്ദിക്കുകയാണ്. ലയോള മ്യൂസിക് അക്കാഡമി ആരംഭിച്ചിട്ട് ഇപ്പോൾ 2 വർഷമാവുകയാണ്. അപ്പോൾ ലയോള മ്യൂസിക് അക്കാഡമിയിലൂടെയും പുതിയ കഴിവുള്ള അനേകം കുട്ടികൾ മുന്നോട്ട് കടന്നു വരുന്നുണ്ട്. അപ്പം അതും ഒത്തിരി സന്തോഷം നൽകുന്നതാണ്. ക്രിയാത്മകമായ ഒത്തിരി സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ നാം കണ്ടത്. അപ്പം അതിനും പ്രത്യേകമായ അഭിനന്ദനം നേരുകയാണ്. അപ്പം ഞങ്ങളോടൊപ്പം അഭിവന്ദ്യ അലക്സ് പിതാവ് ഇവിടെ ആയിരിക്കുന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഞങ്ങളുടെ ആത്മീയമായ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് എല്ലാവിധ മാർഗനിർദ്ദേശവും വീക്ഷണവും ധൈര്യവും പ്രാർത്ഥനകളിലൂടെയും പ്രോത്സാഹനത്തിലൂടെയും ഉപദേശങ്ങളിലൂടെയും നൽകുന്ന അഭിവന്ദ്യ പിതാവിന് സെൻറ്റ് മൈക്കിൾസ് കമ്മ്യൂണിറ്റിയുടെ പേരിൽ പ്രത്യേകമായ നന്ദി പറയുകയാണ്. അലക്സ് പിതാവും അദ്ദേഹത്തിൻ്റെ ദർശനവും കാഴ്ചപ്പാടും ഒത്തിരി നന്മകൾ നമ്മുടെ സമൂഹത്തിന്, സഭയ്ക്ക് നൽകുന്നതിന് സാധിക്കുന്നുണ്ട്. പിതാവിൻ്റെ പുതിയ ഒരു പുസ്തകം ഡേ ബിഫോർ മിനിങ്ങാന്നാണ് റിലീസ് ചെയ്തത്. പ്രമുഖ എഴുത്തുകാരൻ ടി പത്മനാഭനാണ് പിതാവിൻ്റെ 9ാം പുസ്തകം പ്രകാശിപ്പിച്ചത്. അത് 9ാമത്തെ പുസ്തകത്തിൻ്റെ പേര് തന്നെ വെള്ളിത്താരകവും മരക്കുരിശും. ഏറെ ദർശനവും കാഴ്ചപ്പാടും ഒത്തിരി അർത്ഥവുമൊക്കെ നൽകുന്ന വളരെ മനോഹരമായൊരു പുസ്തകമാണിത്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായ അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി അലക്സ് പിതാവിനെ പ്രത്യേകമായി നമുക്ക് ഈ സമയം ഒന്ന് അഭിനന്ദിക്കാം. ലെറ്റ്സ് പുട്ട് അവർ ഹാൻഡ്സ് ടുഗദർ അപ്രീഷിയേറ്റിംഗ് ആൻഡ് കൺഗ്രാജുലേറ്റിംഗ് അവർ ഡിയർ റെവറൻഡ് ബിഷപ്പ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ മനോജ് സാറ് നമ്മളോട് കൂടിയുണ്ട്. ഞങ്ങളോടൊപ്പം 31 വർഷം ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ്.
കുട്ടികളെ 31 വർഷം ഒരു കമ്മ്യൂണിറ്റിയെ, സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയെ പരിശീലിപ്പിക്കുന്നതിന്, അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് തൻ്റെ സമയവും കഴിവും സമർപ്പണവുമെല്ലാം അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഈ സമയം പ്രത്യേകമായും മനോജ് സാറിനെയും എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ആൻഡ് ടു സ്പെഷ്യൽ അപ്രീസിയേഷൻ ടു മിസ് ശ്രീദേവി ആൻഡ് മാസ്റ്റർ ആദിഷ്. ആൻഡ് we are very happy to have our proud alumnus of 1989 batch, Mr. Samir. അതാരും പറഞ്ഞില്ല, അദ്ദേഹം 1989 89 ഞങ്ങളുടെ ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റാണ്. വളരെയേറെ വിവിധ രാജ്യങ്ങളിലൊക്കെ തൻ്റെ ബിസിനസ്സും ജോലികളും ഒക്കെ വളരെ ബിസിയായ ഒരാളാണ്. 2 ദിവസം മുമ്പ് ഒരു ചൈനയിൽ അപ്പോഴാണ് എത്തിയത്. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. വി ആർ വെരി ഹാപ്പി. ഒരിക്കൽ കൂടി ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. താങ്ക് യു. Thank you, Father. അടുത്തതായി ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുകയും സാന്നിധ്യം കൊണ്ട് വേദിയെ അലങ്കരിക്കുകയും ചെയ്യുന്നത് സെൻറ്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ CK മനോജ് കുമാർ സാറാണ്. ആദരപൂർവ്വം സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആരാധ്യനായ കണ്ണൂരിൻ്റെ ഇടയൻ, നമുക്കെല്ലാവർക്കും പ്രചോദനവും നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർഗദീപവുമായ ബഹുമാനപ്പെട്ട അലക്സ് വടക്കുംതല പിതാവേ, അതേപോലെ നമ്മളീ കാണുന്ന രീതിയിൽ സെൻറ്റ് മൈക്കിൾസ് നഴ്സറി സ്കൂൾ അത്ഭുതാവഹമായ രീതിയിൽ വൈവിധ്യവൽക്കരിക്കുകയും നമ്മുടെ കുട്ടികളുടെ അവരുടെ ചുവടുവെപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ കലയുടെയും കാരുണ്യത്തിൻ്റെയും വഴികളിലൂടെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്ന നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഫാദർ രാജു അഗസ്റ്റിനസ് ജെ, അതേപോലെ നമ്മുടെ സ്കൂളിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നാം കാണുന്നതിനപ്പുറത്ത് സ്വപ്നങ്ങളുമായി നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്ററും ഫാദർ സുപ്പീരിയറുമായ റവറൻ ഫാദർ ടോംസൺ ആൻ്റണി എസ്. അതേപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ മിസ്സിസ് പാറൽ സാനി, മറ്റൊന്ന് ഈ പരിപാടിയിൽ ആശംസ നേരുന്ന സ്കൂളിലെ മുൻ വിദ്യാർത്ഥിയും അതോടൊപ്പം തന്നെ നഴ്സറി സ്കൂൾ രക്ഷിതാക്കളിലെ ഒരാളുമായ പ്രിയപ്പെട്ട സമീർ, എൻ്റെ പ്രിയപ്പെട്ട 2 കുട്ടികൾ ശ്രീദേവിയും ആദിഷും, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജീവിതത്തിൽ അവരുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന്, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് നമ്മുടെ കുട്ടികളുടെ പ്രകടനമാണ്, നമ്മുടെ കുട്ടികളുടെ വളർച്ചയും വിജയവും നേട്ടവുമാണ്. അത്തരത്തിൽ ഇന്നിവിടെ ചുവടുവെക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ആ മികച്ച വിജയത്തിലേക്ക്, അംഗീകാരത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ബഹുമാന്യതയുടെയും വലിയ വഴികളിലേക്ക് നടന്നു പോകാൻ അവസരമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെപ്പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യുന്നു. നന്ദി. താങ്ക് യു സർ. അടുത്തതായി വിശിഷ്ടാതിഥികളെ ആദരിക്കുന്നു. കണ്ണൂർ രൂപതാധ്യക്ഷനായ മോസ്റ്റ് റെവറൻ ഡോക്ടർ അലക്സ് വടക്കുംതല പിതാവ് എന്നും എപ്പോഴും സെൻറ്റ് മൈക്കിൾസ് സ്കൂളിനോട് കാണിക്കുന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും ഞങ്ങൾ നന്ദി പറയുകയാണ്. പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ശൈലി എന്നും കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ക്ഷണിച്ചപ്പോൾ ഏറെ സ്നേഹത്തോടു കൂടെ ഞങ്ങളോടൊപ്പം ആയിരിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തത്. പിതാവിനെ ആദരിക്കാനായി സുപ്പീരിയറും സ്കൂൾ ഹെഡ് മാസ്റ്ററുമായ റെവറൻ ഫാദർ ടോംസൺ ആൻ്റണി എസ് ജെയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ഈ സെൻറ് മൈക്കിൾസ് സ്കൂൾ ക്യാമ്പസിൽ കഴിഞ്ഞ 31 വർഷമായി നിറപുഞ്ചിരിയോടുകൂടെ തൻ്റെ ഉത്തരവാദിത്തം ഏറെ ഭംഗിയായി നിർവഹിച്ച ഒരു പ്രധാന അധ്യാപകനെ സെൻറ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് സാറിനെ സെൻറ് മൈക്കിൾസ് പ്രീ പ്രൈമറി ഏറെ ബഹുമാനത്തോടെ ആദരിക്കുന്നു. സാറിനെ ആദരിക്കാനായി ആദരണീയനായ കണ്ണൂർ ബിഷപ്പ് മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ അലക്സ് വടക്കുന്തല പിതാവിനെ ക്ഷണിക്കുന്നു. ആദരവേറ്റുവാങ്ങാനായി മനോജ് സാറിനെയും ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. അഭിവന്ദ്യ പിതാവിനു നന്ദി. We have now reached one of the most exciting moments of our annual day, the prize distribution ceremony. Let us remember that a smooth sea never made a skilled sailor. Every challenge and effort our students face shapes their skills and character. Today we celebrate not just their skills and achievements, but also the perseverance and courage that brought them here. To begin, may I request Most Reverend Bishop Dr. Alex Varakumtala to kindly present the prizes to our outstanding achievers. I request your Lordship to please come forward to give away these prizes. And I also call Janita teacher to call out the names of the prize achievers. From Pre-KG A, Naira Sayuj. Pre-KG B, Parvati Linesh. Pre-KG C, Nainika Shanish. From LKG A, Outstanding Performer, Ashika Case. Academic Excellence, Shivan Shamil. From LKG B, Outstanding Performer, Niharika Sudesh. Academic Excellence, Ihan TK. LKG C, Outstanding Performer, Advaiga Palikara. Academic Excellence, Yashin Sayuj. From LKG D, we have Outstanding Performer, Satvik Sanoop. Academic Excellence, Shivad Nathan. UKG A, Outstanding Performer, Akshvi Samir. Academic Excellence, Anvid Shiju. From UKG B, Outstanding Performer, Adityanath T. Academic Excellence, Ivan Janish. Adityanath T, Outstanding Performer. Academic Excellence, Ivan Janish. From UKG C, Outstanding Performer, Agnav. Academic Excellence, Naithwik Nathan. From UKG D, Outstanding Performer, Roshika AC. Academic Excellence, Ritvik Nikhil.
താങ്ക് യു മിസ്സസ് ജനിത. 2 മാസം മുൻപ് കുട്ടികൾക്കായി നടത്തിയ സമ്പാദ്യശീലത്തിൻ്റെ ഭാഗമായി ഒരു കളക്ഷൻ ബോക്സ് നൽകുകയുണ്ടായി. അത് ശേഖരിച്ച് ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് നൽകി. എല്ലാവരും ഏറെ താല്പര്യത്തോടെ അതിൽ പങ്കുചേർന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഉത്സാഹവും ഉദാരതയും കാണിച്ച കുട്ടികളെ അഭിനന്ദനം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു. പ്രീ KG A ഇഷാൻ കൃഷ് സൂരജ്, പ്രീ KG B ഇവാന്യ ദിലീപ്, പ്രീ KG C ശിവാൻഷിക K, LKG A ആരാധ്യ KT, LKG B ഇഹാൻ TK, LKG C ഇവാലിയ സുബിൻ, LKG D ഡാനിയൽ രാജ്, UKG A ഈസ ഷഫീഖ്, UKG B ആരവ് സ്വരൂപ്, UKG C നേത്വിക് നിധിൻ, UKG D ദിശാൻ സനോജ്. അടുത്തതായി കലയ്ക്കും പഠനത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ക്യാമ്പസിനെ ധന്യമാക്കിയ ശ്രീദേവിക്ക് ഗണിതരംഗത്ത് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച ആദിഷ് PP, കായിക രംഗത്ത് നാഷണൽ ലെവൽ നേട്ടം കൈവരിച്ച ആഷ്ലി ജോൺ, ഓണത്തിനൊരുക്കിയ സംഗീതാൽബത്തിന് ഏറ്റവും നല്ല റീൽസ് ഉണ്ടാക്കിയ കാർമൽ, ഏകാന്ത താരം തെളിഞ്ഞു എന്ന ഗാനം ആലപിച്ച ദിയ ധനേഷ്, ദിയ ധനേഷ്, റെക്കോർഡിസ്റ്റായ പ്ലഗ് ഇൻ കണ്ണൂരിന്റെ ഡയറക്ടർ ശ്രീ ഷൈജു A, സ്വർഗത്തിൻ കാരുണ്യം എന്ന ഗാനത്തിന് വീണ വായിച്ച് ചാരുതയേകിയ ഡോക്ടർ സുമ സുരേഷ് വർമ്മ, ഡോക്ടർ സുമ സുരേഷ് വർമ്മ. മറ്റ് സഹായങ്ങൾ നൽകിയ മിസ്റ്റർ ജനീഷ് ജോൺ, അതുപോലെ ലൊയോള മ്യൂസിക് അക്കാദമി ഒരുക്കിയ സ്റ്റാർ ഓഫ് ഹോപ്പ് എന്ന ക്രിസ്മസ് ആൽബത്തിലെ
മുഖ്യ കഥാപാത്രം അധ്യാപകൻ ശ്രീ റോയ് അഗസ്റ്റിൻ. തിരക്കഥാ സംവിധാനം ശ്രീ പ്രിയങ്ക OV. കഥാപാത്രങ്ങൾക്ക് ദൃശ്യഭംഗി പകർന്ന സെന്റ് മൈക്കിൾസ്, സെന്റ് തെരേസ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയും പുരസ്കാരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുകയാണ്. അയാൻ TK, താരക് ദക്ഷിൻ, സാമുവൽ പീറ്റർ K, ജോഹാൻ ജോയൽ, മുഹമ്മദ് സൗദ് MK, ഒമർ ഇമ്രാൻ, നജ ആയിഷ MK, ആരാധ്യ, മയ്യഴി സ്വാതി, റാം സപ്തശബ്, ഫിഡൽ അനീഷ്, ദ്രുപദ് P, ജോൺ അമാൻസിയോ, നവരംഗ് V, ദിയ ധനേഷ്, അനന്യ ബൈജു, ദയാ ധനേഷ്, ഹൻഷിക സുരേഷ്, അമീഷ്യ ഷൈജു, സിൽവാനിയ സമ്പത്ത്, ജോയന്ന ഷിനു, ആദിശ്രീ അരുൺ കുമാർ, ഈവ സാബു ജോർജ്,
അഭിവന്ദ്യ പിതാവിനു നന്ദി. അടുത്തതായി സെൻറ് മൈക്കിൾ സ്കൂൾ ക്യാമ്പസിൽ പഠിച്ചു വളരുകയും ബിസിനസ് മേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ജീവിത വിജയം കൈവരിക്കുകയും സ്കൂളിൻ്റെ തൊട്ടടുത്ത് താമസിക്കുകയും ചെയ്യുന്ന മിസ്റ്റർ സമീർ മേപ്പടിയത്തിനെ മാതാപിതാക്കളുടെ പ്രതിനിധിയായി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. Respected Reverend Dr. Alex Vadakuntala, Bishop, Diocese of Kannur, Father Raju Augustine. Okay. Father Thompson Anthony, Principal Parul Sahini, Manoj Kumar C.K., Principal, teachers, parents and my dear children. Now it's a great honor for me to be in front of you as a parent representative on the occasion of this annual day. Being Exmaculate is truly honored. Now this event is not a celebration. This shows the achievements of each and every student in this school for the things. Now as a parent, my child joined here without any experience, nothing at all. But within the months, we found the changes in her with the true support of the teachers and aunties. They gave good care to them, and now she became the outstanding student of the UKG. Now, the school has given the supporting all the cultural activities like Onam celebrations, each and every celebrations, occasion being celebrated here. We are truly proud of Father Raju Augustine for supporting the students for the music and dance and all the cultural activities. I'm really thankful to the teachers, non-teaching staff and the management for their support. And I congratulate the management of this school for organizing such a beautiful event today to show the performance of all of the students. And being the representative of the parents, I'm again thanking you all the teachers, non-teaching staff and the management for supporting. Once again, thank you everyone and have a nice evening. Thank you. Thank you, Mr. Samir.